നമ്മൾ ഈ തണുത്ത വൈകുന്നേരത്ത് ഷോപ്പിങ്ങിന് പോവാണ്. കാരണം ഒരു സാധനമല്ല വീട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് അമ്മി പോകുന്നത്? ഫസ്റ്റ് സാംസ് ആണോ HEB ആണോ? സാംസ് ക്ലബ്ബ് പോയിട്ട് HEB പോകും. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഏകദേശം 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിച്ച് മീൻസ് എത്ര ഫാരൻഹീറ്റാ? 42-43 ഫാരൻഹീറ്റ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. എൻ്റെ സൗണ്ട് ഓൾറെഡി ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പോയി. ന്യൂ മെക്സിക്കോ പോയി വന്നപ്പോഴത്തേക്കും എൻ്റെ ഏകദേശം എല്ലാം തീർന്നു. ഇപ്പോൾ സൗണ്ട് ഒരാഴ്ചയായിട്ട് സൗണ്ടില്ല. അപ്പോൾ ഈ സൗണ്ട് വെച്ചിട്ടാണ് ഈ വ്ലോഗ് പോവുക. പിന്നെ എന്താണ്, സോ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോവാം. നോർമലി നമ്മൾ HEBയിലാണ് പോവാറ്. HEBയിലും പിന്നെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ പോവാറ്. ഇന്ത്യൻ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഹിമാലയൻ, അതുപോലെ മൻപസന്തൊക്കെ പോവാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇല്ലാത്തത് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ഗ്രോസറീസ്, പിന്നെ എന്താണ് ബേക്കറി, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ പനിയൊക്കെ വരുന്ന സമയത്ത് ഓരോന്ന് കഴിക്കാനൊക്കെ തോന്നുമല്ലോ. സോ ഒന്നുമില്ല. ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും ഷോപ്പിങ്ങിനും പോയിട്ടില്ല, ഒരു സാധനം മേടിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി കിടപ്പിലായി. പിന്നെ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം പനിയൊക്കെ നോക്കിയായപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. നമ്മൾ ഫസ്റ്റ് സാംസിൽ പോയിട്ട് സാംസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതായത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടിഷ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം തീർന്നു. അത് കഴിഞ്ഞിട്ട് HEBയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ്. ഇവിടെ ഒരാൾ ആദ്യമായി മാപ്പ് ഇടാതെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നോക്കൂ, ചിരിക്കൂ. മാപ്പ് ഇടാതെ രണ്ടാമത്തെ പ്രാവശ്യം. ഇവിടെ മാപ്പ് ഇടാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് ഏതാണ്ടോ വഴി കൂടെ പോകേണ്ടി വരും. എല്ലാ റോഡും ഒരുപോലെ ഇരിക്കും ഏകദേശം. അങ്ങനെ ഒരുപാട് പച്ചല് പറ്റിയിട്ടുണ്ട്. ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിച്ചത്രേ. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഏതാണ് ബ്ലൂമൻ റോഡ്, ഏതാണ് പിന്നെ ഫെഡറിക്സ്ബർഗ് റോഡ്, ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എല്ലാം കൺഫ്യൂസിങ് ആണ്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരുന്നു. സോ നമ്മൾ ഏകദേശം സാംസ് എത്താറായി. പിന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു ഈ ദിവസങ്ങളിൽ. ഞാൻ വളരെ സെറ്റാണ്. ഞാൻ തലയിൽ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്യാപ്പ് ഇടാത്തത്? കാരണം പിന്നെ ഒരനുഭവം ഉള്ളതുകൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ഷോളും കൂടി ഇടുന്നത് നല്ലതാണ്. ആക്ച്വലി ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് മറ്റേ സ്കാർഫ് ഇടുന്നത് വെറുതെ സ്റ്റൈലിനാണെന്നാണ്. പക്ഷേ ആക്ച്വലി സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ടയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഈ ത്രോട്ട് പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വൈകിയാണത് മനസ്സിലാക്കിയത്. ഞാനെന്താ വിചാരിച്ചത് ഇത് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇടുന്ന സംഭവമാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. സത്യം പറയാമല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. സോ കാറ്റടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ത്രോട്ട് പെയിൻ വരും. അപ്പോൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷനാണ് ആ സ്കാർഫ്. പക്ഷെ ഞാൻ അതും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാനെന്തോ ഒരു റൗണ്ട് പോലെയാകും. കോട്ടും ഗ്ലൗസും തൊപ്പിയും എല്ലാം കൂടെ ചേർന്ന്. സോ എനിക്ക് എല്ലാം കൂടെ കഴിയില്ല. പക്ഷെ ഞാൻ ട്രിപ്പിന് പോയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഒന്നും ഇടില്ല. ചില സമയത്ത് ഇടും, ചില സമയത്ത് ഇടില്ല. ഒരു പനി കഴിഞ്ഞ് എപ്പോഴാണെന്നറിയില്ല. അങ്ങനെ നമ്മൾ സാംസ് ക്ലബിലെത്തി. ഈ സാംസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേണ്ട വാട്ടർ ബോട്ടിൽ. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീക്ക്ലിയാണ് വാങ്ങിക്കാറ്. വീക്ക്ലി ഒരു ഫ്രൈഡേ ഓർ സാറ്റർഡേ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും നെക്സ്റ്റ് വീക്ക് പർച്ചേസ് ചെയ്യണമല്ലോ എന്ന് എനിക്കൊരു മടിയും തോന്നാറില്ല കേട്ടോ. കാരണം ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നൊരു സംഭവമാണ് പർച്ചേസ് ചെയ്യുന്നത്.
അതിപ്പം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഗ്രോസറീസ് ആണെങ്കിലും ഇനിയിപ്പോൾ ഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര ഞാനത് ആസ്വദിച്ച് ആണ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി നമ്മൾ പർച്ചേസ് ചെയ്ത് എനിക്ക് ഭയങ്കര മൈൻഡ്ഫുൾനെസ്സും ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നും. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോയി പർച്ചേസ് ചെയ്യുന്നത്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഐ മീൻ കുറേ കിട്ടും, ക്വാണ്ടിറ്റി കുറച്ചുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ടിഷ്യൂ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഞാൻ പൊതുവേ ഓനിയൻ, ക്യുക്കുംബർ, ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുക. കാരണം ക്വാണ്ടിറ്റി കുറേ കിട്ടും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ഇതുപോലെയുള്ള ഓനിയൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി ലാഭമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇവിടുന്നാണ് കൂടുതലും വാങ്ങിക്കൽ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബേക്കിംഗ് സെക്ഷനിൽ എന്തായാലും പോകും. എനിക്ക് അവിടെ പോയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് പോയിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണണം. അതെൻ്റെ ഒരു ഫേവറേറ്റാണ്. സോ അവിടെ നിറയെ കേക്കുകളുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കേക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഒരുപാട് കുക്കീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുക്കീസും കപ്പ് കേക്ക്സും അങ്ങനത്തെയൊക്കെ. ഇത് കണ്ടോ, ഇവിടെ എല്ലാ തരം മീറ്റ്സും കിട്ടും കേട്ടോ. അത് ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും എത്ര വലിയ ക്വാണ്ടിറ്റിയിലാണ് എല്ലാം വെച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ പോർക്കാണ്. ഇതുണ്ടോ, ഇത് ബീഫ് കുഞ്ഞ് പീസൊക്കെയാണ്. നമ്മൾ കിവി വാങ്ങും. കിവീൻ്റെ കളറ് നോർമലി ഗ്രീൻ കളറാണ് ഉണ്ടാവുക, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കളറായിരിക്കും, ഒരു റെഡിഷ് കളർ. ഫസ്റ്റ് ടൈമാണിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എടുക്കാം, നല്ലതായിരിക്കും, ട്രൈ ചെയ്ത് നോക്കാം. വരിവരിയായ കാണുന്നത് എന്താണ് ചിക്കു? കല്ല്. എന്താണ്? വൈൻ. വൈന് കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ? ഇല്ല. ഈ ഡയറി സാധനങ്ങളുള്ള അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാണ്. ഒടുക്കത്തെ തണുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ പോയില്ല. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്, ഫ്രീസായിപ്പോൾ നമ്മൾ വായിന്നൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ പോയില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അതിനകത്ത് ഫുള്ള് ഈ മിൽക്ക്, എഗ്ഗ്, കേർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. സോ ഞാൻ പോയില്ല. കോട്ടൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഒന്ന് വരുന്നത്. എഗ്ഗ് എടുക്കുന്നു തോന്നുന്നു. എങ്ങനെയുണ്ട് തണുപ്പ്? നെക്സ്റ്റ് നമുക്ക് ബ്രെഡാണ് വാങ്ങിക്കാറുള്ളത്. നമ്മൾ വിൻ്റർ ആയതിനു ശേഷം ഡെയിലി കഴിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ്. ബിക്കോസ് നമ്മൾ ശരീരം കുറച്ച് ചൂടാവാനും നല്ലതാണ്. പിന്നെ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒന്നുകിൽ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്രെഡ് വേറെ എങ്ങനെയെങ്കിലും കഴിക്കും. ബിക്കോസ് വളരെ നല്ലതുമാണ്. പിന്നെ രാവിലത്തെ പണി ഭയങ്കര ഈസി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ടവൽസാണ് വാങ്ങിക്കാറുള്ളത്, ബാത്റൂം ടവൽസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ അത് വാങ്ങുന്നു. ടിഷ്യൂ വെച്ചപ്പോഴത്തേക്ക് നമ്മളത്ര ഒന്നിറങ്ങി. എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് വലുതാണ്. എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്താൽ നിൽക്കില്ലത്. നമ്മൾ യൂഷ്വലി വാങ്ങിക്കാറുള്ള കോക്കനട്ട് ഓയിലാണിത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളടുത്ത് ഉണ്ട് ഇത്. ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിൽ. എനിക്കൊരു സൺസ്ക്രീൻ വേണം. സണ്ണൊന്നും ഇല്ല ഇപ്പം, എന്നാലും സൺസ്ക്രീൻ വേണം. ഡെയിലി നമ്മളൊരു സൺസ്ക്രീൻ ഇടണമല്ലോ, അപ്പോൾ നമുക്കൊരു സൺസ്ക്രീൻ വേണം ഫസ്റ്റ്. ഞാൻ യൂഷ്വലി സൺസ്ക്രീം, മോയ്സ്ചറൈസർ ഇതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരിക്കും. ഒന്നിൻ്റെ കൂടെ ഒന്ന് എന്നുള്ള രീതിയിൽ കുറച്ച് ക്യാഷ് കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ചില ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ ബ്രാൻഡ്സൊക്കെ ഉണ്ട്.
സെൻസോഡൈൻ സൺസ്ക്രീൻ കിട്ടിയില്ല. എപ്പോഴും വരുമ്പോൾ സൺസ്ക്രീൻ കിട്ടില്ല. സോ ഇനിയിപ്പോൾ സൺസ്ക്രീം നമ്മൾ HEBന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ സെൽഫ് ചെക്കിനാണ്. സോ നമ്മൾ തന്നെ എല്ലാ ബാർകോഡ് അടിച്ച് നമ്മൾ തന്നെ ക്യാഷ് പേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് നമ്മളൊരു സാധനം കണ്ടത്, കഫേ. അപ്പം അവിടെ പീച്ച കിട്ടും, നല്ല പീച്ച കിട്ടും. സോ നമ്മളത് പീച്ച വാങ്ങിക്കാൻ പോയി. പക്ഷെ എനിക്ക് പീച്ച ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഈ പനിയായിട്ട് ഈ മസാല ഐറ്റംസ് ഒന്നും ഇഷ്ടമാവുന്നില്ല. കഞ്ഞിയും നല്ല ചമ്മന്തിയും അച്ചാറും അതൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. പീച്ചയും ചിക്കൻ ബിരിയാണി ഇതൊന്നും സ്മെല്ലേ പിടിക്കുന്നില്ല, എന്താണെന്നറിയില്ല. സാധാരണ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ. പക്ഷെ ഇപ്പം അതൊന്നും ഇഷ്ടമാവുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു പനി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. തൊണ്ടവേദന ഒക്കെ ഇത്രേ വേദന ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞത് ഈ ദിവസങ്ങളിലാണ് കേട്ടോ. തൊണ്ടവേദനയും ചുമയായിരുന്നു മെയിനായിട്ട് എനിക്കുണ്ടായിരുന്നത്. പിന്നെ നീരൊക്കെ വന്നിട്ട് എൻ്റെ തലയിൽ ഭയങ്കര വേദനയായിരുന്നു, തല ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു സിക്നെസ് എൻ്റെ ഫുഡിങ്ങിലൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഫുഡിനോടും താല്പര്യമില്ലായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും. കഞ്ഞിയായിരുന്നു ഞാൻ മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ചിക്കൻ ഇല്ലായിരുന്നു. പോർക്ക് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. ഇനി എന്തെങ്കിലും ഇടാൻ ബാക്കിയുണ്ടോ? ഇല്ല. കൊള്ളാം. നെക്സ്റ്റ് നമ്മൾ 7 മിനിറ്റ് കൊണ്ട് HEB പോകുന്നു. ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഇതാണ്. ഇപ്പം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ടില്ല. ഓരോന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. അപ്പം ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു 3 സ്ഥലങ്ങളിലെങ്കിലും പോവേണ്ടി വരും മിനിമം. സോ നമ്മൾ HEBയിലെത്തി. നമ്മൾ ഇവിടുന്ന് പ്രധാനമായിട്ട് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഫ്രൂട്ട്സ് ആണ്. ബെറീസൊക്കെ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബെറീസ്, അതുപോലെ മിൽക്ക്, ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ നമ്മളുടെ ഏരിയ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. HEBയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോസ്മെറ്റിക്കിൻ്റെ സെക്ഷനിൽ വരാതിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ വന്നിട്ട് ചുമ്മാ കണ്ടിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാക്കേജിലൊന്ന് എൻ്റെ കയ്യിലുണ്ട്, അത് ഡബിൾ സൈഡ്. ഓഫ് കോഴ്സ് ഞാനൊന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ ഈ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴല്ലോ നെഞ്ചിലൊരു പടപ്പാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മൾ ഈ ഷോപ്പിംഗ് വീഡിയോ ഇടുന്നത് എന്തിനാണ്. കാരണമുണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ അബ്രോഡൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര സെറ്റിൽഡ് അങ്ങനെ പറയുമല്ലോ. അപ്പം അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ പനിയായാലും വർക്ക് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ വന്ന് ഷോപ്പ് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ഇത് അബ്രോഡിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഭയങ്കര സുഖമായിട്ടിരിക്കല്ലോ ഇവിടെ. ഒരിക്കലും നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മളിതെല്ലാം തന്നെ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. സോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടിയാണ് ഈ വീഡിയോ. അതുപോലെ ഇവിടുത്തെ ഒരു സെഷനാണിത്. സീസണലായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം ക്രിസ്മസ്, ന്യൂ ഇയർ, വാലന്റൈൻസ് ഡേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ ഇവിടെ വാലന്റൈൻസ് ഡേൻ്റെ സാധനങ്ങളാണ് ഫുള്ളുള്ളത്.
എനിക്ക് ഈ ഒരു സ്ഥലവും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കാറുമുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പാക്ക് ചെയ്തു. നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോവാണ്. നമുക്ക് ഇറങ്ങി ഓടാം, തണുപ്പാ. തണുക്കുന്നു. ഓൺ ചെയ്യൂ, കാറിൻ്റെ ഹീറ്റർ ഓൺ ചെയ്. ഗോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. ഒടുക്കത്തെ തണുപ്പാണ്. ഞാൻ പീസ കഴിച്ചുകൊണ്ട് എനിക്ക് ഇനി ഫുഡ് വേണ്ട തോന്നുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വിശക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പം എന്തെങ്കിലും ആപ്പിളോ ക്യുക്കുംബറോ എന്തെങ്കിലും കഴിക്കും. യെസ്. സോ നമ്മൾ ഈ വീഡിയോ എടുത്തത് എന്തിനാണെന്നറിയോ? നമ്മൾ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിയാണെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും സമയമില്ലെങ്കിലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വീഡിയോ അല്ല, നമ്മൾ ഒരു മോട്ടിവേറ്റിംഗ് വീഡിയോ കൂടിയാണ്. അബ്രോഡിലൊക്കെ ആയിരുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ എം ഷുവർ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു ഫസ്റ്റ്. ഓക്കെ, ഇട്ടു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. സാധനങ്ങൾ ഇറക്കണം, മേലത്തെ നിലയിലെത്തിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ആകുന്നു. ഓക്കെ, ബൈ, സീ യു, ബൈ.